ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരം അത് ഫുട്ബോൾ ആരാധകർ മറക്കാൻ സാധ്യതയില്ലാത്ത ഒന്നാണ്. അർജന്റീനയും ഫ്രാൻസും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത്. വലിയ ഒരു ത്രില്ലർ തന്നെയായിരുന്നു. പിന്നീട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അർജന്റീന കിരീടം നേടി. ഈ ഫൈനൽ മത്സരത്തിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞ താരമാണ് മാർക്കസ് തുറാം. ഫ്രഞ്ച് മുന്നേറ്റ നിര താരമാണ്. അദ്ദേഹം ഇപ്പോൾ ആ ഫൈനൽ മത്സരത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതായത് അർജന്റീനയിൽ കളിക്കുന്നത് പോലെയാണ് തനിക്ക് അനുഭവപ്പെട്ടത്. അത്രയേറെ അർജന്റീൻ ആരാധകർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് മാർക്കസ് തുറാം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ആ ഒരു ഫൈനൽ ഇപ്പോൾ താൻ പാടെ മറന്നു, അതൊന്നും ഓർമ്മയില്ല എന്നുകൂടി അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. തുറാമിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അന്ന് ഫൈനൽ മത്സരത്തിന് ഉണ്ടായിരുന്ന അർജന്റീന ആരാധകരെയാണ് എനിക്ക് ഓർമ്മയുള്ളത്. ഞങ്ങൾ അർജന്റീനയിൽ കളിക്കുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. അവരുടെ ആ ആരാധക കൂട്ടത്തിന് മുന്നിൽ വേൾഡ് കപ്പ് നേടണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. പക്ഷെ അത് സാധിച്ചില്ല. വേൾഡ് കപ്പിൽ ഉടനീളം മനോഹരമായ ഓർമ്മകൾ എനിക്കുണ്ട്. പല മത്സരങ്ങളിലെയും നല്ല നിമിഷങ്ങൾ ഓർത്തെടുക്കാൻ എനിക്ക് സാധിക്കും. പക്ഷേ വേൾഡ് കപ്പ് ഫൈനലിനെ കുറിച്ച് എനിക്ക് യാതൊരുവിധ ഓർമ്മകളും ഇല്ല. അതെല്ലാം ഞാൻ മറക്കുകയാണ്. ഒരുപക്ഷെ ഞങ്ങൾ അങ്ങനെ പരാജയപ്പെട്ടത് കൊണ്ടാവാം. ആ ഫൈനൽ ഒരിക്കലും സംഭവിക്കാത്തത് പോലെയാണ് എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നത്. ഒരുപക്ഷെ അന്നത്തെ ആ ഒരു ഇമോഷൻ കൊണ്ടാവാം. ഇതാണ് മാർക്കസ് തുറാം പറഞ്ഞിട്ടുള്ളത്. അതായത് അന്ന് ആ ഒരു ഫൈനൽ മത്സരത്തിൽ പൊരുതിക്കൊണ്ടാണ് ഫ്രാൻസ് പരാജയപ്പെട്ടത്. പെനാൽറ്റി ഷൂട്ടൗട്ടിലായിരുന്നു ഹൃദയഭേദകമായ ഒരു തോൽവി അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഏതായാലും അതിന് പ്രതികാരം തീർക്കുക, അതല്ലെങ്കിൽ ആ ഒരു വേൾഡ് കപ്പ് തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഫ്രാൻസ് ഇത്തവണത്തെ വേൾഡ് കപ്പിന് വരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.